ഇടപ്പള്ളി ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 250 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച മനോഹരമായൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് വരുന്നത് 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 1500ഓളം സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം ഇടപ്പള്ളി ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 200-250 മീറ്റർ മാത്രം ദൂരത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷനിലാണ് വീട് വരുന്നത്. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയ കൂടിയാണ്. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു ലൊക്കേഷൻ. 2 സൈഡും റോഡ് വരുന്ന നല്ലൊരു പ്ലോട്ടിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നല്ല റോഡ്, ഏതൊരു വലിയ വാഹനവും ഈസി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരവും എടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 11 കിലോമീറ്റർ ദൂരവും, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. കൂടാതെ ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരവും വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറ്റമാണ് വീടിന് നൽകിയിരിക്കുന്നത്. 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. വീടിൻ്റെ വാട്ടർ സോഴ്സിനെ കിണർ വെള്ളവും KW കണക്ഷനും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നീളത്തിലുള്ള ഒരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിട്ടുള്ളത്. മനോഹരമായ ബോക്സി മോഡലാണ് കേട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. സീറ്റ് ഔട്ടിന് ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറ് 2 പാളികളിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡൈനിങ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ ചെറിയ പാർട്ടീഷനെല്ലാം ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ എല്ലാം ഇവിടെയും ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിലൊരു കോർണറിലായി വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. ഈ കിച്ചണിൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത് കിഴക്കോട്ടാണ്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ അവൈലബിൾ ആണ്. വർക്കിംഗ് ടേബിളും സിങ്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്കെല്ലാം ബാക്കിൽ നൽകിയിട്ടുണ്ട്. ചെറിയ തോതിൽ അടുക്കള തോട്ടമെല്ലാം നിർമ്മിക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. കിണറാണ് നമ്മൾ ഈ കണ്ടത്. ഒരിക്കലും വറ്റാത്തൊരു കിണർ നമുക്കിവിടെ അവൈലബിൾ ആണ്. ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഏതാണ്ട് ഒരു 10-12 എന്ന അളവിലാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസാണ് നമ്മൾ ഈ കാണുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിലായി സ്റ്റെയിൻലെസ് സ്റ്റീലും നൽകിയിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. 2 ബെഡ്റൂമുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മനോഹരമായ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യം അവൈലബിൾ ആണ്. 10-12 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വാൾഡ്രോബ് സൗകര്യം വിത്ത് മിററായി നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ ബാത്റൂം ആണെങ്കിലും നല്ല നീളത്തിലുള്ള സ്പേഷ്യസ് ബാത്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകിയിരിക്കുന്നു. മനോഹരമായ വാൾ ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂം, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം, ഈ വീട്ടിലെ തേർഡ് ബെഡ്റൂം ആണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു.
ബാത്റൂം സൈഡിലേക്ക് പോയാൽ അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാറ്റ് പാറ്റേണിലാണ് ഫ്ലോറിംഗ് ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബസ് റൂട്ടിന് സമീപത്തായി, ബസ് റൂട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 250 മീറ്റർ മാത്രം ദൂരത്താണ് മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സ്പേസിൽ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാൻഡ് റെയിലിനെ GS ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 സെൻറ്റിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീടിൻ്റെ വില വരുന്നത് 67 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യം ഞങ്ങളെടുത്ത് നൽകുന്നതാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.